നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി എമ്പുരാൻ സിനിമയാണ് ചർച്ചകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ ഈ എമ്പുരാൻ സിനിമയുടെ ഈ വിവാദങ്ങൾക്ക് പിന്നിലുള്ള സത്യം അല്ലെങ്കിൽ ലക്ഷ്യം എന്താണ്? അല്ല, ഈ വിവാദങ്ങൾക്ക് പിന്നിൽ പ്രത്യേകിച്ച് നമ്മൾ പല ചർച്ചകളിലും ഞാൻ ആവർത്തിക്കാറുള്ള വാക്കാണ്. ഇത് വലിയ ഗവേഷണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ പിന്നിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ കാക്കയ്ക്ക് വിശപ്പും തീരും പോത്തിൻ്റെ ചൊറിച്ചിലും തീരും എന്ന് പറഞ്ഞൊരു പഴം ചൊല്ലുണ്ട്, അറിയാമല്ലോ. നമ്മളെ മലയാളികളൊക്കെ സാധാരണയായിട്ട് പോയിരിക്കണം. ആ ഒരു വാചകം തന്നെ നമുക്ക് ഇതിനകത്ത് കടമെടുക്കാം. ഇത് സംബന്ധിച്ചിടത്തോളം ഈ വർഗീയവാദികൾക്ക് ഇത് വോട്ട് ബാങ്ക് ആക്കാനും സിനിമാക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് കച്ചവടമാക്കുക എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശം. രണ്ടുപേർക്കും അവരുടെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടുപേർക്കും അതുകൊണ്ട് ഗുണമുണ്ടാകും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് ഞാൻ കാണേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് ഗുജറാത്ത് കലാപവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഈ സിനിമയെ വലിയ വിവാദ ചർച്ചയൊക്കെ ആക്കിയിരിക്കുന്നത്. മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്തു എന്നുള്ള തരത്തിലുള്ള വലിയ കണ്ണീരൊഴുക്കലും വിലാപവും ഒക്കെയാണ് ഇപ്പം കേരളത്തിൽ ദിവസം നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരും മത്സരിച്ചാണ് കരയുന്നത്. അപ്പോൾ ഇതുപോലെ ഓരോ സിനിമകൾ ഇറങ്ങുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴും മാത്രമാണ് ഈ മുസ്ലിങ്ങളെക്കുറിച്ച് ഇവിടുത്തെ കേരളത്തിലുള്ള മതേതരവാദികൾക്ക് ബോധോദയം ഉണ്ടാകുന്നത്. പക്ഷേ എനിക്ക് തിരിച്ചൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ സിനിമ വിവാദമാക്കുമ്പോൾ മറ്റൊരു സംഭവം കൂടെ നമുക്ക് ഓർത്തെടുക്കേണ്ട സംഭവമുണ്ട്. അതായത് സിഖ് കലാപവുമായി ബന്ധപ്പെട്ട് നൂറുകണക്കിനല്ല, ആയിരക്കണക്കിനല്ല, 8,000 പേരാണ് സിഖ് കലാപത്തിൽ കൊല്ലപ്പെട്ടത്. ഇന്ദിരാഗാന്ധിയായിട്ട് മരണമായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നടന്ന സിഖ് കലാപത്തിൽ ഔദ്യോഗിക കണക്കനുസരിച്ച് 3,000 പേരും അനൗദ്യോഗിക കണക്കനുസരിച്ച് 8,000 പേരും കൊല്ലപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ആ സിനിമ പറ്റി പല സിനിമകളും അതുമായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ട് അത് കേരളത്തിൽ വിവാദമായില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേരളത്തിൽ സിഖുകാർക്ക് വോട്ടില്ല. എവിടെയാണ് കേരളത്തിൽ സിഖുകാരിരിക്കുന്നത്? കേരളത്തിൽ സിഖുകാർക്ക് വോട്ടുണ്ടായിരുന്നെങ്കിൽ അന്ന് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട സിഖ് കലാപവുമായിട്ട് ബന്ധപ്പെട്ട സിനിമകൾ ഇറങ്ങുമ്പോൾ കേരളത്തിലും അത് വലിയ വിവാദമായനെ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വേറെ ഒന്നും കാണണ്ട. ഇതിനകത്ത് ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം രണ്ട് പാർട്ടികളാണ് ഇതിൻ്റെ പുറകിൽ നിൽക്കുന്നത്. ഒന്ന്, മുസ്ലിം വോട്ട് ലക്ഷ്യം വെച്ചുള്ള ഒരു വിഭാഗവും, മറുവശത്ത് ഈ സിനിമയെ കച്ചവടം ചെയ്ത് എങ്ങനെ പണമുണ്ടാക്കാം എന്നുള്ള ലക്ഷ്യത്തോട് നിൽക്കുന്ന അതിൻ്റെ നിർമ്മാതാക്കളും അതിൻ്റെ അണിയറ പ്രവർത്തകരുമാണ്. ഈ സംഭവം വിവാദമായതോടെ നമ്മൾ കണ്ടു ലാലേട്ടനടക്കമുള്ളവർ മാപ്പ് പറഞ്ഞ് രംഗത്തെത്തുന്നത് കണ്ടു. പക്ഷേ ചിത്രത്തിൻ്റെ സംവിധായകനും നടനുമായ പൃഥ്വിരാജ് ഇതുവരെയും മാപ്പ് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതിന് പിന്നിൽ എന്താകും കാരണം? ഇത് നമ്മൾ പറയുമ്പോൾ നമ്മൾ വളരെ ഞെട്ടിക്കുന്ന ഒരു ഗൂഢാലോചന ഇതിൻ്റെ പുറകിലുണ്ട്. കാര്യം ഇപ്പോൾ ഈ നടക്കുന്ന വിവാദങ്ങളെല്ലാം തന്നെ കെട്ടിച്ചമച്ചുണ്ടാക്കിയതെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടും എൻ്റെ ഒരു വിലയിരുത്തലും. കാര്യം യഥാർത്ഥത്തിൽ ഈ സിനിമ കാണാൻ പോയിട്ടില്ല. കാണാൻ പോകാത്തതിന് ഒരു പ്രധാന കാരണം, ഇതിനകത്ത് വളരെ രൂക്ഷമായ അല്ലെങ്കിൽ നമുക്ക് മനുഷ്യന് കണ്ടിരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു റേപ്പ് സീൻ ചിലതുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് കാണാൻ ഉള്ള മാനസികമായിട്ടുള്ള ഒരു അവസ്ഥ അല്ലാത്തതുകൊണ്ട് ഞാനത് കണ്ടില്ല. പക്ഷേ സിനിമ കണ്ടില്ലെങ്കിലും ഇതിൻ്റെ പിന്നിൽ നടക്കുന്ന, നമുക്കറിയാലോ, വിഷ്വലൈസ്ഡാണ് നമ്മുടെ TV ചാനലുകളിലെല്ലാം നമ്മൾ കാണുന്നത്. അതായത് ഇതിൻ്റെ ടെമ്പോ നിലനിർത്തിക്കൊണ്ട് പോവുക. ഈ സിനിമയിലെ, അതായത് ഇപ്പോൾ അറിയാം, നമുക്ക് കുറച്ചും കൂടെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ പെരുന്നാൾ അടുപ്പിച്ച സമയത്താണ് ഈ സിനിമ അവർ റിലീസ് ചെയ്തത്. അപ്പോൾ ഈ പെരുന്നാൾ മുസ്ലിം ജനവിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ സമയങ്ങളിലൊന്നും അവർ സിനിമയോ മറ്റൊന്നും കാണാറില്ല. അപ്പോൾ 27-ാം തീയതി സിനിമ ഇറങ്ങി. അതിനുശേഷം ഈ പെരുന്നാൾ വരുന്നത് വരെ ഇതൊരു വലിയ വിവാദവും കോലാഹലമാക്കി നിർത്തുക. പെരുന്നാൾ കഴിഞ്ഞ ഉടനെ തന്നെ ഡാം പൊട്ടിയത് കണക്ക് ആൾക്കാർ തിയേറ്ററിലേക്ക് ഇരച്ച് കയറ്റി അവർ. അത് ആ ലക്ഷ്യത്തിൽ ഈ ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ച ആൾക്കാർ, നിർമ്മാതാക്കളും അല്ലെങ്കിൽ മറ്റുള്ളവരും എല്ലാം പ്രവർത്തിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു അവസ്ഥ. അപ്പം ഈ പൃഥ്വിരാജിൻ്റെ മൗനം എന്ന് പറയുന്നത്, ആ മൗനം അദ്ദേഹം തുടരും. കാര്യം ആ മൗനം നിലനിർത്തിയാൽ മാത്രമേ വീണ്ടും വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് അതിനകത്ത് പൃഥ്വിരാജിന് ഈ നാട്ടിലെ ജനങ്ങളോട് എന്തോന്ന് കടപ്പാട് ഞാൻ ചോദിക്കുന്നത്. ഇവിടുത്തെ ഏതെങ്കിലും സാമൂഹിക പരിഷ്കർത്താവാണ് പൃഥ്വിരാജ്? അവർ സിനിമ എടുക്കുന്ന ഈ സമൂഹത്തെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടാണ്. അവർ പണം ഉണ്ടാക്കാൻ വേണ്ടി സിനിമ എടുക്കുന്നു. അപ്പോൾ ആ പണം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തിയേറ്ററിലേക്ക് ആളിനെ കയറ്റണമെന്നുണ്ടെങ്കിൽ, ഇത്തരത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിച്ച് വിവാദം ഉണ്ടാക്കിയാൽ മാത്രമേ തിയേറ്ററിലേക്ക് ആൾ കയറുള്ളൂ. നമുക്കൊരു കൊച്ചു ഉദാഹരണം എടുക്കാം. എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം ഈ സിനിമ വിവാദമായി? ഉത്തരേന്ത്യയിൽ ഒരിടത്ത് ഇതിനെ സംബന്ധിച്ച് യാതൊരുവിധ ബഹളമോ കോലാഹലങ്ങളോ പ്രതിഷേധങ്ങളോ ഇല്ല. ദേശീയ തലത്തിലുള്ള ഒരു നേതാക്കൾ പോലും രംഗത്ത് വന്ന് ഈ സിനിമ തടയുമെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഒരു BJP നേതാക്കളും തിയേറ്ററിൽ പ്രതിഷേധിക്കുമെന്നോ അല്ലെങ്കിൽ തിയേറ്റർ ഉപരോധിക്കുമെന്നോ അല്ലെങ്കിൽ സിനിമ നിങ്ങൾ ആരും കാണാൻ പോകരുതെന്ന് പറഞ്ഞാൽ ആരും ആഹ്വാനം ചെയ്തിട്ടില്ല. ഇതിൻ്റെ നിർമ്മാതാക്കൾ തന്നെയാണ് വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്.
അവർ ഓരോ ദിവസം ഇറങ്ങി ഓരോന്ന് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നു, ഫേസ്ബുക്കിൽ ഒരു മെസ്സേജ് ഇടുന്നു, ഇൻസ്റ്റാഗ്രാമിൽ ഒരെണ്ണം ഇടുന്നു, ആൾക്കാരെ പ്രൊവോക്ക് ചെയ്യിപ്പിക്കുക. എന്നിട്ട് ഇവരുടെ പ്രൊവോക്കേഷൻ വളരെ കൃത്യമായിട്ട് ഫലിക്കാതെ വരുമ്പോൾ CPM നേതാക്കളെ കൂട്ടുപിടിക്കുന്നു, CPM നേതാക്കളെ കൊണ്ടൊരു പ്രസ്താവന ഇറക്കിപ്പിക്കുന്നു. ഇപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് ഞാൻ പറയാം, കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ ഒരു പ്രസ്താവന പോസ്റ്റ് ചെയ്യുന്നത്. കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ഒരു പോസ്റ്റ് ഇട്ടതിന് മറുപടിയായിട്ട് അടുത്തൊരു പോസ്റ്റ് വന്നു. അത് കത്തിപ്പടർന്നാണ് ഈ സിനിമ ഇത്തരത്തിൽ വിവാദങ്ങളുടെ അല്ലേ? ഞാൻ പറയുന്നത് കറക്റ്റാണ്. അപ്പോൾ ഇതാണ് ഇതിനകത്തുള്ളത്. ഇതിനകത്ത് വേറെ യാതൊന്നുമില്ല. അതായത് കേരളത്തിൽ ഇപ്പോൾ 2 ലക്ഷ്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് കേരളത്തിൽ അടുത്തൊരു തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. വീണ്ടും ഇവിടെ ഒരു കമ്മ്യൂണൽ പോളറൈസേഷൻ അല്ലെങ്കിൽ ഒരു ഡിവൈഡ് ചെയ്യുക എന്നൊക്കെ ഉള്ളൊരു പല തന്ത്രങ്ങളും ലക്ഷ്യങ്ങളും ഇതിൻ്റെ പിന്നിലുണ്ട്. അത് മാത്രമാണ് ഇതിനകത്ത് നമുക്ക് പറയാനുള്ളത്. മറ്റൊന്ന് എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഗുജറാത്ത് കലാപത്തിൽ ഹിന്ദുക്കൾ അല്ലെങ്കിൽ ഗുജറാത്ത് കലാപത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗം ആൾക്കാർ മാത്രമല്ല കൊല്ലപ്പെട്ടത്. ഈ ഗുജറാത്ത് കലാപത്തിന് മുമ്പുള്ള ഗോദ്ര കലാപമുണ്ട്. ആ ഗോദ്ര കലാപത്തിന് ട്രെയിൻ കത്തിക്കലിനെ തുടർന്നാണ്. അതൊക്കെ ഇവിടെ ഒരുപാട് പേര് ചർച്ച ചെയ്ത സംഭവമാണ്. അതിനെപ്പറ്റി ഒന്നും പറയേണ്ട കാര്യമില്ല, അത് എല്ലാവർക്കും അറിയാമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇതൊന്നും ഒരു വലിയ പ്രശ്നമല്ല, മനസ്സിലായില്ലേ? പിന്നെ ഇതിലിവർ പ്രധാനമായിട്ട് ഇപ്പോൾ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഈ ഭയങ്കര വിലാപം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ നിലവിളിയാണ് ഈ സിനിമ വെട്ടിമുറിച്ചു. ഈ മണിക്കൂറുകൾക്ക് കണ്ട് ഈ സിനിമ കണ്ടവരെല്ലാം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സിനിമ ഒരുപാട് ലാഗ് ഉണ്ടെന്നാണ് പറയുന്നത്. ഫസ്റ്റ് ദിവസം ലാലേട്ടന്റെ സീൻ വന്നതിന് ശേഷമാണ് കുറച്ചുകൂടി എൻഗേജിംഗ് ആവുന്നത്. മോഹൻലാലിന് തന്നെ അതിനകത്ത് പ്രധാനപ്പെട്ട റോളൊന്നും ഇല്ല. ആ പ്രേക്ഷകരെല്ലാം തിയേറ്ററിൽ കയറിയത് പൃഥ്വിരാജിനെ കാണാൻ വേണ്ടിയിട്ടല്ല ആൾക്കാർ കയറി. ആ മോഹൻലാൽ ഫാൻസുകാരാണ് കയറിയത്. അവർ കയറി നോക്കിയപ്പോൾ സിനിമ എഴിഞ്ഞു പോകുന്നു. മോഹൻലാലിന് പിന്നെ പറഞ്ഞ തരത്തിലുള്ള മോഹൻലാലിനുള്ള റോളൊന്നുമില്ല. വെറും 35-40 സീനാണ്. ഞാൻ കണ്ടില്ല, പറഞ്ഞു കേട്ടുള്ള അറിവേ ഉള്ളൂ. അതെന്തോ എത്ര ആയിക്കോട്ടെ. പക്ഷേ മോഹൻലാലിനെ വളരെ ചുരുക്കി ഈ സിനിമയിൽ കാണിച്ചപ്പോൾ ഈ സിനിമ പൊട്ടി താഴോട്ട് പോകുന്നുള്ളൊരു കണ്ടീഷൻ എത്തിയപ്പോഴാണ് ഇവർ ഇതിനെയൊക്കെ വിവാദമാക്കിയത്. അല്ലാതെ ഇതിനകത്ത് വേറെ ഒന്നുമില്ല. ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് കാണേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരിപ്പം ആവശ്യപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 24 വെട്ട് വെട്ടി ഈ സിനിമ മുറിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. എന്തോ സംഭവം പോലെയൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കുന്നത്. ഈ 30/3/2005 ഇവർ അപേക്ഷ കൊടുത്തിരിക്കുന്നത്. അതായത് പടം 27-ാം തീയതി ഇറങ്ങുന്നു. പടം 27-ാം തീയതി ഇറങ്ങുന്നു. 27, 28, 29, 30 4ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് ഇവിടെ ഒരു പ്രതിഷേധവും അന്ന് ഈ പറയുന്ന തരത്തിലുള്ള പ്രതിഷേധം ഇപ്പോൾ തുടങ്ങിയിട്ട് ഒരു 1-1.5 ദിവസം ആവുള്ളൂ. ഒരു കുറച്ച് ഇതൊരു വലിയ ചർച്ചയായിട്ട്. എന്തിനാണ് ഇവർ 30-ാം തീയതി തന്നെ ആരും ആവശ്യപ്പെടാതെ കേരളത്തിലുള്ള ഒരു രാഷ്ട്രീയ നേതാക്കളോ അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും മത നേതാക്കളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹൈന്ദവ ആചാര്യന്മാരോ അല്ലെങ്കിൽ BJPയുടെ ഗുജറാത്തിലെ ഏതെങ്കിലും നേതാക്കളോ, ഗുജറാത്തിൽ നിന്നൊന്നും ഒരു BJP നേതാക്കളോ ആവശ്യപ്പെട്ടിട്ടില്ല. അവരിതൊന്നും ഒരു നിസ്സാര സംഭവമായിട്ട് കാണുന്നത്. അവർക്ക് ഇനി എത്ര ഇവിടെ BBC വന്നിട്ട് മോദി അനങ്ങിയില്ല. BBC ആണല്ലോ അന്താരാഷ്ട്രം ചാനലെന്ന് പറയുന്നത്. മാത്രമല്ല ഈ ഇവിടുത്തെ കേരളത്തിലെ ക്യാമ്പസുകളിലെല്ലാം LED TV വെച്ച് SFIക്കാരും CPMകാരും എല്ലാം ഇതെല്ലാം പ്രചരിപ്പിച്ചു. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഗുജറാത്തിലെ ജനങ്ങൾക്കില്ലാത്ത വേദന എന്തിനാണ് കേരളത്തിലുള്ളവർ കാണിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പോൾ ഗുജറാത്ത് കലാപത്തെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ RB ശ്രീകുമാർ എന്ന് പറഞ്ഞൊരു മലയാളി ഉദ്യോഗസ്ഥൻ പറഞ്ഞു കൊടുത്ത ചില വസ്തുതകൾ വെച്ചിട്ടാണ് ഈ സിനിമയുടെ തിരക്കഥ ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. RB ശ്രീകുമാർ ഇപ്പോൾ പല കേസുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ജയിലിലാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് കാണേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഗുജറാത്ത് കലാപവുമായിട്ട് ബന്ധപ്പെട്ട ഒരു 2000 പേര് കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞ് വാസ്തവത്തിൽ ആ കണക്കൊന്നും വ്യക്തമായിട്ടുള്ള കണക്കല്ലേ. വെറും 700 നമുക്ക് കണ്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ 790 മുസ്ലിങ്ങളും 254 ഹിന്ദുക്കളും ആണ് ആ പടയിൽ ഈ കലാപത്തിൽ മരണപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ കണക്കുകളെയൊക്കെ പെരുപ്പിച്ച് പറയുക, ഗർഭിണിയുടെ വയറ്റിൽ കുത്തി ഭ്രൂണം പുറത്തെടുക്കുക. ഈ ബോംബെ കലാപത്തിലും ഇവരിത് ആക്ഷേപം ഉണ്ടായിരുന്നു. ബോംബെ കലാപം നടന്ന 92-ൽ ബോംബെ കലാപം നടന്ന സമയത്ത് അന്നും ഈ ഭ്രൂണ കഥ അന്നും ഉണ്ടായി. ഗർഭിണിയുടെ വയറ് കീറി ഭ്രൂണം പുറത്തെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് കഥകളുണ്ടായി. അതിനു മുമ്പ് നമ്മൾ ഇത്തരം കഥകൾ നമ്മൾ കേട്ടിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തമിഴ് പുലികളുടെ ഈ ജാഫ്നയിൽ ആക്രമണം, തമിഴ് പുലികൾക്ക് നേരെ സിംഹളർ ആക്രമണം നടത്തിയ സമയത്ത് തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടം മൈതാനിയിൽ ഈ ഗർഭിണിയെ കൊന്നിട്ടിരിക്കുന്ന ഫോട്ടോ പ്രദർശനം അവർ നടത്തിയിട്ടുണ്ട്. അന്ന് LTTക്കാരാണ് തിരുവനന്തപുരത്ത് അത് നടത്തിയത്. എന്നിട്ട് LTT നിരോധിക്കപ്പെട്ട സംഘടനയല്ല, രാജീവ് ഗാന്ധി കൊല്ലപ്പെടുന്നതിന് മുമ്പ്. അപ്പം ഞാനത് ഞാൻ സ്കൂളിൽ പഠിക്കുകയാണ്. ഞാൻ ഈ കിഴക്കേക്കോട്ടയിൽ അതിൻ്റെ പുത്തരിക്കണ്ടം മൈതാനത്തിനോട് ചേർന്ന് അവരൊരു ഷെഡ് കെട്ടി ഈ പ്രദർശനം ഞാൻ കണ്ടതാണ്. അന്ന് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ്. ഫോട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ആണ്, കളർ ഫോട്ടോ ഇല്ല. അപ്പോൾ ഇതൊക്കെ പകർത്തിയെടുത്തിട്ട് ഗുജറാത്തിൽ ഇങ്ങനെയൊക്കെ നടന്നു. ഗുജറാത്തിൽ കൊലപാതകം നടന്നില്ല എന്നൊന്നും പറയുന്നില്ല. ഗുജറാത്തിൽ ഈ 2000 അല്ലെങ്കിൽ ഈ 790 മുസ്ലിങ്ങളും 254 ഹൈന്ദവരും സമാധിയൊന്നും ആയതല്ല. അത് പരസ്പരം വെട്ടിമരിച്ചതാണ്. വേറെ ഗുണ്ടകൾ ഇതിനിടയ്ക്ക് കുറച്ച് നിരപരാധികളും മരണപ്പെട്ടിട്ടുണ്ട്.
അപ്പോൾ ഇതിനെല്ലാം ഒരു വലിയ സംഭവമാക്കി മാറ്റി. ഇത് ഗുജറാത്തിൽ ഈ സിനിമ ഇറങ്ങിയെന്ന് പറഞ്ഞു, ഗുജറാത്തിൽ ഏതെങ്കിലും തിയേറ്ററിൽ പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. അവിടെ കേരളത്തിലാണ്. ഇപ്പോൾ കേരളത്തിൽ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്, അത് ലക്ഷ്യമാക്കുക. അപ്പം CPM-നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിവാദമായി അങ്ങനെയെങ്കിലും ഒരു 10 വോട്ട് CPM-ന് കിട്ടുമല്ലോ, അത് മാത്രമേ ഉള്ളൂ ഇതിനകത്തുള്ള ലക്ഷ്യം. ഇനി മറ്റൊരു സംഗതി നമ്മൾ പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള സിനിമകൾ ഇന്ത്യയിൽ ആദ്യമായിട്ടല്ല ഇറങ്ങുന്നത്. ഇഷ്ടം പോലെ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്, നിരവധി സിനിമകൾ. നമുക്കറിയാം മണിരത്നം സംവിധാനം ചെയ്ത ബോംബെ സിനിമ ഇറങ്ങിയപ്പോൾ അതാണ് പിന്നെ എമ്പുരാൻ സിനിമയിൽ ബജ്രംഗി എന്ന് പറയുന്ന കഥാപാത്രത്തിന് ഒരു ഇൻഡയറക്റ്റായിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഒരു ഇൻഡയറക്റ്റായിട്ട് കഥാപാത്രം എന്നൊക്കെയാണ് അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. പക്ഷേ അതിന് ആഭ്യന്തരമന്ത്രി അമിത്ഷായ ക്യാരക്ടർ. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ബോംബെ സിനിമ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ബാലാസാഹേബ് താക്കറയുടെ അതേ മുഖച്ഛായുള്ള ആളെ അതായത് രണ്ടുപേരെയും വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോസ്റ്റാറ്റ് പോലെ ഇരിക്കും, അത്ര രൂപസാദൃശ്യമുള്ള ഒരു നടനെ കൊണ്ടുവന്നിട്ടാണ് അവർ ഈ രംഗം ചിത്രീകരിച്ച്. അതായത് കലാപത്തിൽ ബോംബെ നഗരം കത്തിയിരിക്കുമ്പോൾ ഈ കാറിലിരുന്ന് ഈ കാഴ്ച കണ്ട് ആസ്വദിച്ചു പോകുന്ന ബാൽ താക്കറയുടെ രൂപം, അതേ രൂപമുള്ള ആളിനെയാണ് ആ സിനിമയിൽ അവതരിപ്പിച്ചത്. എന്നിട്ട് ആ സിനിമയ്ക്ക് ഒന്നും സംഭവിച്ചില്ല, ആ സിനിമ ഓടി. ഇപ്പോൾ സുരേഷ് ഗോപി എന്തോ ഒരു പരാമർശം അദ്ദേഹം നടത്തിയിട്ടുണ്ട്, ഇത് പണത്തിന്. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ സിനിമ ഇറങ്ങിയ സമയത്ത് പിന്നെ ഏകലവ്യൻ സിനിമ, പക്ഷേ ഒരുപക്ഷെ പുതുതലമുറക്കാർക്ക് ആർക്കും അറിയില്ലായിരിക്കും. സുരേഷ് ഗോപി അതിനു മുമ്പൊക്കെ സാധാരണ ഒരു വലിയ നടനൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, ഒരു ആവറേജ് നടനായിട്ട് സുരേഷ് ഗോപി വന്ന ഒരു കാലഘട്ടത്തിലാണ് ഏകലവ്യൻ സിനിമ ഇറങ്ങുന്നത്. ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ഏകലവ്യൻ സിനിമ. ഈ ഏകലവ്യൻ സിനിമയിൽ ഒരു സ്വാമി വിഭൂതി എറിയുമ്പോൾ അത് കഞ്ചാവ് മയക്കുമരുന്നാണെന്നുള്ള തരത്തിലുള്ള ഒരു സീൻ അതിനകത്തുണ്ടായിരുന്നു. മയക്കുമരുന്ന് സ്വാമി ഇങ്ങനെ വിതരണം ചെയ്യുന്നുണ്ട്. ഈ രംഗം മാറ്റണമെന്ന് പറഞ്ഞിട്ടാണ് അന്ന് ശിവസേനക്കാർ തിയേറ്റർ ആക്രമിക്കുകയും വലിയ രീതിയിൽ പ്രതിഷേധം. തിരുവനന്തപുരത്തെ പത്മനാഭ തിയേറ്റർ 3 ദിവസത്തോളം തിയേറ്റർ അടച്ചിട്ടിരുന്നത്, വൻ പോലീസ് കാവലിലാണ് പിന്നെ തിയേറ്റർ തുറന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, അതെല്ലാം നമ്മുടെ മുമ്പിൽ ഓർമ്മയിലുണ്ട്. അങ്ങനെ ഒരു വലിയ ഇഷ്യൂ നിലനിന്ന സമയത്ത് ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി ഈ സിനിമയെക്കുറിച്ചൊരു ആകാംക്ഷ കൊണ്ട് ആൾക്കാർ, ഈ സിനിമയായിട്ട് യാതൊരു താല്പര്യമില്ലാത്ത ആൾക്കാർ പോലും ഈ ഏകലവ്യൻ സിനിമ കാണാൻ വേണ്ടി ശ്രീപത്മനാഭ തിയേറ്ററിലേക്ക് ഇരച്ചു കയറി. അതോടുകൂടി സിനിമ വൻ ഹിറ്റായി മാസങ്ങൾ തിരുവനന്തപുരത്തും കേരളത്തിലെയും തിയേറ്ററുകളിൽ ഓടിയെന്ന് മാത്രമല്ല വമ്പൻ കളക്ഷൻ ഉണ്ടായി. സുരേഷ് ഗോപി നമ്മൾ പിടിച്ചാൽ പിടിയെത്താത്ത തരത്തിലുള്ള ഒരു വലിയൊരു നടനായി മാറുകയും ചെയ്തു. അപ്പം വിവാദങ്ങൾ എന്നും സിനിമയെ വളർത്തിയിട്ടുള്ള ഒരു വിവാദം സിനിമയെ തളർത്തിയിട്ടറിയില്ല. മോഹൻലാലിൻ്റെ മറ്റൊരു സിനിമയായ ഗുരു, രാജീവ് അഞ്ചൽ സംവിധാനം ചെയ്ത ഗുരു സിനിമ എത്തിയപ്പോൾ അന്നും വലിയ പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നടന്നു. പക്ഷേ ഗുരു സിനിമ പിന്നെ അതിൻ്റെ സാമ്പത്തികമായിട്ട് എത്രയാണെന്ന് പറഞ്ഞൂടെ, പക്ഷേ അവർ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും നന്നായിട്ട് ആ സിനിമ ഓടി. അപ്പോൾ ഇതെല്ലാം ഒരു തിയേറ്ററിലേക്ക് ആളിനെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രം മാത്രമാണ്. അതുകൊണ്ട് നമ്മുടെ സിനിമ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ വിവാദങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ കാശ് കിട്ടും. അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ നമുക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും നമുക്ക് കാണാനില്ല. മാത്രമല്ല ഈ ഗുജറാത്ത് കലാപമായിട്ട് ബന്ധപ്പെട്ട് നാനാവധി കമ്മീഷൻ റിപ്പോർട്ട് തന്നെ പുറത്തു വന്നിട്ടുണ്ട്. പല കമ്മീഷൻ റിപ്പോർട്ടുകളിലും പിന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മോദിക്ക് അതിനകത്ത് യാതൊരു ബന്ധമില്ല. മാത്രമല്ല ഗുജറാത്ത് കലാപം നടന്നതിന് ശേഷം 10 കൊല്ലം തുടർച്ചയായിട്ട് മൻമോഹൻ സിംഗ് ഭരിച്ചു. ആ സമയത്ത് ഇവരെന്തുകൊണ്ട് അന്നത്തെ മുസ്ലിം സമുദായത്തിന് നീതി ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല? അപ്പോൾ ഇതെല്ലാം അവസരത്തിനനുസരിച്ച് ഇവിടുത്തെ പാവപ്പെട്ട മുസ്ലിം ജനതയെ ഇവർ വോട്ട് ബാങ്കിന് വേണ്ടി ഇരകളാക്കുന്നു എന്നുള്ളതാണ് നമുക്ക്. അതുകൊണ്ടാണ് ഈ പുണ്യമാസമായ ഈ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പുണ്യമാസമായ ഈ പെരുന്നാൾ സമയത്ത് തന്നെ ഈ സിനിമ കൊണ്ടുവരികയും ആ പെരുന്നാൾ അവസാനിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾ. ഞാൻ ചോദിച്ചോട്ടെ, എന്തുകൊണ്ട് എമ്പുരാൻ സിനിമയുടെ വർക്കെല്ലാം പൂർത്തിയായിട്ട് മാസങ്ങളായി, എന്തുകൊണ്ട് ഇവർ നേരത്തെ റിലീസ് ചെയ്തില്ല? ഇവര് ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു. കോഴിക്കോട്, മലപ്പുറം, പിന്നെ കാസർഗോഡ്, കണ്ണൂർ ഭാഗത്തുള്ള തിയേറ്ററുകളെല്ലാം ഈ സമയത്ത് നിശ്ചലമാണ്. തിയേറ്ററുകാർ വലിയ നഷ്ടത്തിലാണ്. കറണ്ട് അടയ്ക്കാനുള്ള പൈസക്കുള്ള പിന്നെ പ്രദർശനം പോലും ആൾ കിട്ടുന്നില്ല. ഇതെല്ലാം ഈ സിനിമാ രംഗത്ത് നിൽക്കുന്ന സിനിമയുടെ സാങ്കേതികമായിട്ട് പ്രവർത്തിക്കുന്നവർക്ക്, സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് എല്ലാവരും, നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് നമുക്കിതിനൊന്നും നേരമില്ല. ഏത് തിയേറ്റർ എപ്പോഴാണ് തുറക്കുന്നതെന്ന് അറിയുന്നത്. കാര്യം നമുക്ക് 100,000 പ്രശ്നങ്ങൾ വേറെ ഉണ്ട്, ദൈനംദിന ജീവിത പ്രശ്നങ്ങളുണ്ട്. അപ്പം ഇത് വളരെ കൃത്യമായി സ്റ്റഡി ചെയ്തിട്ടാണ് അവർ ഈ സിനിമ ഈ പെരുന്നാൾ കഴിയുന്നതിന് അവർക്കറിയാം. പെരുന്നാൾ എന്ന് പറഞ്ഞാൽ പിറ കാണുന്നതനുസരിച്ചാണല്ലോ പെരുന്നാൾ, അങ്ങോട്ടോ ഇങ്ങോട്ടോ 1-2 ദിവസം മാറും. അപ്പം അതിനൊരു കണക്ക് ഇല്ലെങ്കിൽ പിറ കാണുന്നതെന്ന് കൃത്യമായിട്ട് പ്രവചിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പൃഥ്വിരാജ് ആ ദിവസം ഈ സിനിമ റിലീസ് ചെയ്യും. അതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ. അപ്പോൾ ഇവർ ആ രീതിയിലാണ് കൊണ്ടുപോയി. അതുകൊണ്ട് ഇതിനകത്ത് ഇപ്പോൾ ഉണ്ടാക്കുന്ന പിന്നെ വിവാദങ്ങൾക്ക് പിന്നിൽ
ഒന്ന് ഇവിടുത്തെ മുഖ്യധാരാ ചാനലുകാർ, അതായത് മുഖ്യധാരാ ചാനലുകാർക്ക് ഇതുകൊണ്ട് വലിയ പ്രയോജനമുണ്ട്. ഈ സിനിമയുമായി ബന്ധപ്പെട്ട പരസ്യങ്ങളെല്ലാം അവർക്ക് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ പ്രൊമോഷന് വൻ തുകയാണ് മുഖ്യധാരാ ചാനലുകാർക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളും ഭരണപക്ഷ പാർട്ടിക്കെല്ലാം രാഷ്ട്രീയപരമായിട്ട് ഇതിനകത്ത് വലിയ നേട്ടമുണ്ട്. അവർക്ക് വൻ വോട്ട് ലക്ഷ്യം, ബാങ്ക് ലക്ഷ്യം വെച്ചാണ് അവർ ഇതിനകത്ത് ഇറങ്ങുന്നത്. മുസ്ലിങ്ങളുടെ സംരക്ഷകരെന്ന് അവകാശപ്പെടുന്ന തീവ്രവാദികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാരിയാണ്. പക്ഷേ ഈ സിനിമ അവർക്ക് വലിയൊരു ഊർജ്ജം പകർന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും പൃഥ്വിരാജിന്റെ സിനിമയിലെ ക്യാരക്ടറിന്റെ പേര് തന്നെ 2 ഭീകരന്മാരുടെ പേരുകൾ യോജിപ്പിച്ചതാണെന്നുള്ളൊരു രീതിയിൽ ഒരു പ്രചാരണം നടക്കുന്നുണ്ട്. അപ്പൊ അതിലൂടെ എല്ലാം അവർക്ക് വോട്ട് ബാങ്ക് കുറച്ചുകൂടെ അവരുടെ പാർട്ടിയിലേക്ക് കിട്ടുമെന്ന് കരുതിയിട്ടുണ്ട്. അത് കറക്റ്റാണ്. ഇത്രയും ലക്ഷ്യം വെച്ചിട്ടാണ് ഇപ്പം തീവ്രവാദം ആശയങ്ങളുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വീണ്ടും കേരളത്തിലൊരു വളക്കൂറുള്ള മണ്ണുണ്ടാക്കിയെടുക്കാം. സിനിമാക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം മൊത്തത്തിൽ വിറ്റ്, അതായത് രാഷ്ട്രീയക്കാരെയും തീവ്രവാദികളെയും എല്ലാവരെയും പൊതുജനങ്ങളെല്ലാം വിറ്റ് പൈസ ഉണ്ടാക്കി അവർക്ക് പോവുക മാത്രമാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ കാണുന്ന വിവാദങ്ങളിലൊന്നും യാതൊരു കഴമ്പുമില്ല. ഇത് സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും നന്മയ്ക്ക് വേണ്ടിയോ ഒന്നും അല്ല ഒരു വിവാദം ഉണ്ടാക്കുന്നത്. അവർക്ക് കാശിന് വേണ്ടി അത്രേ ഉള്ളൂ. ഇതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം പണം തന്നെയാണ്.